ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു ഇൻട്രി അപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കാം. ഒരു തേങ്ങ ചിരണ്ടിയത്, അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ജീരകം, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് 50 ഗ്രാം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ വെളുത്തുള്ളിയും ജീരകവും നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ആദ്യമേ തന്നെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞു കിട്ടണം. ആദ്യമേ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചാണ് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. എന്നാലാണ് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുക. ഇനി ബാക്കി തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ബേസിനിലേക്ക് മാറ്റാം. നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിച്ചു വച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുട്ടിൻ്റെ പാകത്തിന് പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയാണിത്. നല്ലപോലെ വറുത്തും എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആദ്യമേ തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇനി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ അരച്ച കൂടെ നമ്മൾ വെള്ളം ചേർത്താണ് അരച്ചിട്ടുള്ളത്. അത് കണക്കാക്കി വേണം രണ്ടാമത് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ചേർക്കാനായിട്ട്. ഇതൊരു 3/4 ഭാഗം നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒന്ന് തളിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളം നമ്മളിനി ചേർത്ത് കൊടുക്കുന്നില്ല. കറക്റ്റ് പാകത്തിന് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ കിട്ടണം. നല്ല പാകത്തിന് നമുക്ക് അടയ്ക്ക് കുഴച്ചെടുക്കുന്ന പാകത്തിനാണ് നമുക്കിത് വേണ്ടത്. ഇതിനി ഒന്നും ചെയ്യാനില്ല. കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിനെടുത്ത് ഇലയിലൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. നമ്മുടെ മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇലയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ലപോലെ വാടിയ ഇലയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇലയെല്ലാം പാകത്തിനൊന്ന് മുറിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തുകൂടി എടുക്കാം. വാഴ ഇലയിലേക്ക് ഇനി ആവശ്യമുള്ളത്രയും മാവ് നമ്മൾ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചോ കട്ടിക്കോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇനി പരത്തിയെടുത്താൽ മതി. കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം പരത്തിക്കഴിഞ്ഞാൽ അട നല്ല ഷേപ്പിലായിക്കോളും. ഇനി കോണോട് കോണൊന്ന് മടക്കിയെടുക്കാം. 4 വശവും നല്ല പോലെ മടക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഇൻട്രി റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇൻട്രി അപ്പോൾ എല്ലാം നമ്മളിതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവി വന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ഇലയൊക്കെ ഒന്ന് വാടി നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇല നല്ലപോലെ വാടിയതിന് ശേഷം നിറമൊന്ന് മാറി വരും. അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അട പാകത്തിന് വെന്തു എന്നുള്ളതാണ്. നന്നായിട്ട് തന്നെ നമ്മൾ ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻട്രി അപ്പോൾ അങ്ങനെ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. വാഴയില നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ നിറം നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്താൽ മാത്രം മതി. എല്ലാം നല്ല പോലെ വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇൻട്രി അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. കുറച്ച് ചൂടാറി കഴിഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. നമ്മുടെ ഇൻട്രി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഈസ്റ്റർ എല്ലാവർക്കും നമ്മൾ ആശംസിച്ചു കൊള്ളുന്നു. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.